ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം. 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമളാനു ഷരീഫ് ആരാധനകളെ കൊണ്ട് സമ്പന്നമാക്കേണ്ട ഈ സമയങ്ങൾ, അതിൻ്റെ രാവും പകലുകളും ഒരുപാട് ഇബാദത്തുകൾക്ക് നമുക്ക് കൽപ്പിക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളാണല്ലോ. റമളാനിലെ ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടെ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മോട് കൽപ്പിക്കപ്പെട്ട ഒന്നാണ് നോമ്പ്. നേരം പുലർന്നത് മുതൽ വൈകുന്നേര സമയം വരെ അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് സ്രഷ്ടാവിനെ അനുസരിക്കുക എന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്, ഒരു അനുസരണയാണ് നോമ്പിലൂടെ നാം നിർവഹിക്കുന്നത്. ആ നോമ്പിൻ്റെ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. നോമ്പുകാർക്കുള്ള ശ്രേഷ്ഠത, അതിൻ്റെ പുണ്യം. ഖിയാമത്ത് നാളിൽ ഒരു ജനത, അവർ സ്വർഗത്തിലൂടെ ചിറകുകൾ വിരിച്ചിങ്ങനെ പാറി നടക്കുകയാണ്. ആ സമയത്ത് സ്വർഗം കാക്കുന്ന അത് നിയോഗിക്കപ്പെട്ട മലക്ക് അവരോട് ചോദിക്കുകയാണ്, മൻ അന്തും, നിങ്ങളാരാണ്? അവരുടെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട, ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ വിചാരണ നേരിട്ട് കൊണ്ടാണോ ഇവിടേക്ക് പ്രവേശിച്ചിട്ടുള്ളത്? അവർ പറയും ഇല്ല. വീണ്ടും ചോദിക്കുകയാണ്, ഹൽ റഅയ്തുമു സ്വിറാത്ത, നിങ്ങൾ സ്വിറാത്ത് വിട്ട് കിടന്നിട്ടുണ്ടോ? ഇല്ല. അതിനു മറുപടി ഇല്ല. ബിമ വജത്തും ഹാദിഹി ദറജാത്ത്, പിന്നെ ഇത്രമാത്രം അതൊന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി, അബദൻ അല്ലാഹ തആല സിറൻ ഫിദാരി ദുനിയ, ദുനിയാവിൽ ഞങ്ങൾ അള്ളാഹുവിന് രഹസ്യമായി, ആരുമറിയാതെ രഹസ്യമായി ഞങ്ങൾ ഇബാദത്തെടുത്തു. അതുകൊണ്ട് തന്നെ വ അദ്ഖലനൽ ജന്നത സിറൻ ഫിൽ ആഖിറ, അള്ളാഹു ആ ആരാധനയുടെ മഹത്വം കൊണ്ട് രഹസ്യമായി ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത് നോമ്പാണ് എന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് കാണാമല്ലോ, അസ്സൗമു ലീ വ അന അജ്സി ബിഹി. അള്ളാഹു ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. മറ്റുള്ള എല്ലാ ആരാധനകളും അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്, അതിന് പ്രതിഫലം നൽകുന്നവനും അവൻ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ നോമ്പിനെ, വ്രതത്തെ പ്രത്യേകം എടുത്തു പറയാനുള്ള താല്പര്യം നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാമല്ലോ. അത് അള്ളാഹുവിൻ്റെയും സൃഷ്ടാവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമായ ഒരു ആരാധനയാണ്. കാരണം ഒരു നോമ്പുകാരനാണോ അല്ലേ എന്ന് ഒരാളെ നോക്കി വിലയിരുത്താൻ കഴിയില്ല. അതവൻ രഹസ്യമായുള്ള, മറ്റുള്ളവരുടെ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു ആരാധനയാണ്. ഒരാൾ ചിലപ്പോൾ നമ്മോട് നോമ്പുണ്ട് എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനുള്ള വാക്കുകൊണ്ട് എന്നല്ല. പക്ഷേ എന്നാലും അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമായൊരു ഇബാദത്താണല്ലോ നോമ്പ്. അതുകൊണ്ട് തന്നെ ആ രഹസ്യമായതുകൊണ്ട് ഇപ്പോൾ സക്കാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും ഒക്കെ മറ്റൊരാൾ കാണാൻ ഇടവരുന്ന ആരാധനകളാണ്. നോമ്പ് ഒരാളും മറ്റൊരാൾ കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഇബാദത്താണ്, ആരാധനയാണ്. അതുകൊണ്ട് തന്നെ രഹസ്യമായ ആ ആരാധനയുടെ ഫലം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ലഭിക്കുക എന്നത്
പ്രവേശനമാണ് എന്ന് നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ റമദാൻ ഈ നോമ്പിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, ഇന്നലില്ലാഹി മാഇദത്തൻ ലം, തീർച്ചയായും അള്ളാഹുവിന് ചില സുപ്രകളുണ്ട്. ലം തറാമിസലഹ ഐനുൻ, അതെ, ഒരു കണ്ണും അതുപോലത്തൊരു സുപ്രയെയും ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ വലം തസ്മ ഉദുനിൻ, ഒരു ചെവിയും ഒരു കാതും ഇതുവരെ അത്തരം ഒരു സുപ്രയെക്കുറിച്ച്, ഒരു സൽക്കാരത്തിൻ്റെ ഇടത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. വലാ ഖത്തിറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവന് സങ്കല്പിക്കാൻ കഴിയുന്ന, ഊഹിക്കാൻ കഴിയുന്ന, മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു രൂപത്തിലും അല്ല അത്. അപ്പോൾ അവന് സങ്കല്പിക്കാൻ കഴിയാത്ത, അവന് പരിചയമുള്ളതൊന്നുമല്ലാത്ത ഒരു സുപ്ര, ഒരു സൽക്കാരം മനുഷ്യനുണ്ട്, വിശ്വാസിക്കുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലാ യഖുദ് അലൈഹ ഇല്ല സ്വാഇമൂൻ. ആ സുപ്രയുടെ ചുറ്റുവട്ടത്തിരുന്ന് ആ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് ഇല്ല സ്വാഇമൂന, നോമ്പുകാർക്കല്ലാതെ ആ സുപ്രയിൽ, ആ സൽക്കാരത്തിൽ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ നോമ്പുകാർക്ക് കിട്ടുന്ന ഒരു ശ്രേഷ്ഠതയാണ്, പുണ്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത്രമാത്രം ഇതുവരേക്കുമുള്ള ഒരാൾക്ക് കേൾവിയില്ലാത്ത, കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരു മനസ്സിനും ഊഹിക്കാൻ കഴിയാത്ത അത്ര ശ്രേഷ്ഠമായ ഒരു സംവിധാനത്തോടുകൂടെയുള്ള സ്വർഗീയമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ലഭിക്കുന്ന ഒരിടം, ഒരു സുപ്ര, അപ്പോൾ ഈ നോമ്പുകാർക്ക് ലഭിക്കുന്ന പ്രത്യേകതയായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ, മഹാന്മാർ ഓർമ്മപ്പെടുത്തിയത് കാണാം, ബലാന അന്നഹു യൂലഉ ലിസ്സുവാമി മാഇദത്തുൻ, നമ്മളിലേക്ക് കിട്ടിയൊരു വിവരം, അതെ, അന്നഹു യൂലഉ ലിസ്സുവാമി മാഇദത്തുൻ, നോമ്പുകാർക്ക് ചില സുപ്രകളെ വെക്കപ്പെടുന്നു, അവരുടെ മുന്നിൽ വിരിക്കപ്പെടുന്നു. യഅ്കുലൂന അലൈഹ, അതിൻ്റെ അടുക്കലിരുന്ന് അവർ ഭക്ഷിക്കുകയാണ്. വന്നാസു ഫിൽ ഹിസാബ്, ആ സമയത്ത് ജനങ്ങളെല്ലാം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ ആ രംഗത്ത് എല്ലാവരും പേടിയോടുകൂടെ, ഭയത്തോടുകൂടെ വിചാരണയെ നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു സമയത്ത് സന്തോഷത്തോടുകൂടെ സ്വർഗീയമായ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ, അതെ, അത് നോമ്പുകാർക്ക് വെക്കപ്പെടുന്നതാണ്. അപ്പോൾ ഫയഖൂലൂന യാ റബ്ബ് നഹ്നു നുഹാസബു, ഈ വിചാരണ നേരിടുന്ന, പ്രയാസപ്പെടുന്നവർ ചോദിക്കുന്നു, ഓ റബ്ബേ, ഞങ്ങൾ വിചാരണയിലാണല്ലോ ഉള്ളത്. വഹും യഅ്കുലൂൻ, അവരത് സന്തോഷത്തോടുകൂടെ ഇരുന്ന് ഭക്ഷിക്കുകയാണല്ലോ. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? അവർക്ക് കിട്ടാനുള്ള ഈ ഇത്രയും വലിയൊരു മഹത്വം. അപ്പോൾ ഫയുഖാലു, അവരോട് പറയപ്പെടുകയാണ്, ഇന്നഹും അതെ, തീർച്ചയായും ഇന്നഹും ത്വലമാ സ്വാമൂന വഅഫ്തർതും, അതെ, വഖാമു വനിംതും, അത് തീർച്ചയായും നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ നീണ്ടകാലം, ആ സമയത്തൊക്കെ സ്വാമൂ, അവർ നോമ്പെടുക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ വാഫ്തർത്തും, നിങ്ങളപ്പോൾ നോമ്പില്ലാതെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കാമു, അതുപോലെ തന്നെ വക്കാമു വനിംതും, അവർ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരുന്നു, നിങ്ങളാണെങ്കിലും മൂടിപ്പുതച്ച് ഉറങ്ങുന്നവരായിരുന്നു. അപ്പോൾ അവർ ഭക്ഷണം ഒഴിവാക്കി, അതുപോലെ രാത്രി ഉറക്കം ഒഴിവാക്കി ആരാധനകൾ നിർവഹിച്ചിരുന്നവരായിരുന്നു. അതുകൊണ്ട് ഇവിടെ അവർ സന്തോഷിക്കുകയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരമാണ് എന്ന് അവരോട് പറയപ്പെടും എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ നോമ്പ് വളരെ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന നോമ്പ് അതിൻ്റെ ചിട്ടയിലായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഭക്ഷണങ്ങളും പാനീയങ്ങളും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്നത് നോമ്പിൻ്റെ നിർബന്ധമായ സാധൂകരണത്തിന് അത് ശരിയാണെങ്കിലും, പക്ഷേ നോമ്പിൻ്റെ കാമ്പറിഞ്ഞുകൊണ്ട്, മർമ്മമറിഞ്ഞുകൊണ്ട് സ്വീകാര്യമായൊരു നോമ്പാകണമെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും നോമ്പെടുക്കണം. നമ്മുടെ നാക്കിന് നിയന്ത്രണം വേണം, നമ്മുടെ കണ്ണുകൾക്ക് നിയന്ത്രണം വേണം, നമ്മുടെ മനസ്സുകൾക്ക് നിയന്ത്രണം വേണം. നമ്മുടെ എല്ലാ അവയവങ്ങളും നോമ്പെടുത്ത് അരുതായ്മകളോട് പുറംതിരിഞ്ഞു നിന്ന്, അതെനിക്ക് പാടില്ലാത്തതാണെന്ന് അവൻ്റെ മനസ്സവനോട് പറഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിന്ന് എല്ലാ അവയവങ്ങളും, അവൻ്റെ വയറും അവൻ്റെ ഭക്ഷണവും ഒഴിവാക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ അവയവങ്ങളും അതേപോലെ അവൻ്റെ കാഴ്ചയിലും അവൻ്റെ ചിന്തയിലും അവൻ്റെ മനസ്സിലുമൊക്കെ അരുതായ്മകളെ മാറ്റിവെച്ച്
ഒരു നല്ല ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോഴേ നോമ്പ് യഥാർത്ഥമായി അതിൻ്റെ മഹത്വമറിഞ്ഞ് സ്വീകാര്യമായ രൂപത്തിലേക്ക് ആകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്നാണ് ആരാധനകളിൽ, റമദാനിൻ്റെ ആരാധനകളിൽ മറ്റൊന്നാണ് തറാവീഹ് നിസ്കാരം. സുന്നത്താണ്, നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചതാണ്. അള്ളാഹു ഞാൻ നിങ്ങൾക്ക് റമദാനിലെ രാത്രി നിസ്കാരത്തെ ഞാൻ സുന്നത്താക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചു. അപ്പോൾ ആ തറാവീഹ് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന മലക്കുകൾ നിറഞ്ഞു നിന്ന് അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന ഒരു അർശിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഹളീറത്തുൽ ഖുദ്സ്. പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ഥലം. അവിടെ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ആ മലക്കുകൾ റമദാൻ എത്തിയാൽ അള്ളാഹുവിനോട് പറയും, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങട്ടെയോ എന്ന് സമ്മതം ചോദിക്കുകയും അവർക്ക് സമ്മതം നൽകപ്പെടുമ്പോൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി ഇവിടെ ചുറ്റി നടക്കുകയും പള്ളികളിലൂടെയും മറ്റ് വീടുകളിലൂടെയൊക്കെ ചുറ്റി നടക്കുമ്പോൾ അവിടെ രാത്രി നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ അവരുടെ നിസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ മലക്കുകൾ നിസ്കരിക്കുന്ന ആളെ ഇങ്ങോട്ട് സ്പർശിക്കുവാനോ അവർ അങ്ങോട്ട് സ്പർശിക്കുവാനോ ഇടവന്നാൽ അവർ വിജയിച്ചു കഴിഞ്ഞു എന്ന് ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ റമദാനിലെ ഈ തറാവീഹ് നിസ്കാരം ഒരു ജമാഅത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന പ്രത്യേകമായൊരു രൂപത്തിലേക്ക് ഒരു ഇമാമിന് കീഴിൽ അതിനെ ചിട്ടപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇമാമുകൾ ഓർമ്മപ്പെടുത്തി ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസ് കൊണ്ട് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തറാവീഹ് നിസ്കാരം അത്രമാത്രം പുണ്യമുള്ളതാണ്. മൻഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ആരെങ്കിലും റമദാൻ മാസത്തിൽ മൻഖാമ റമദാന ഈമാനം വഹ്തിസാബൻ, അതെ വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും, അള്ളാഹുവിൻ്റെ പൊരുത്തം, പ്രതിഫലം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹത്തിലുണ്ടാകേണ്ടത്. ആ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ രാത്രി നിസ്കരിച്ചാൽ അത് അവന് ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊന്നാണല്ലോ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഖുർആൻ നമ്മോട് പറയുന്നത് കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത്ത വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറം വ അലാനിയതൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനെ പാരായണം ചെയ്യുന്നവർ, വ അഖാമുസ്സലാത്ത നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നവർ, അള്ളാഹു നൽകിയതിൽ നിന്ന് സ്വതക്കകളെ, ഹദിയകളെ, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങളെ ചെലവഴിക്കുകയും ചെയ്യുന്നവർ, രഹസ്യവും പരസ്യവും അവർ ആയി അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നവർ, അതേ അവർക്ക് യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടം വരാത്ത ഒരു ലാഭമുള്ള കച്ചവടത്തെ അവർ പ്രതീക്ഷിക്കാം, അവർക്ക് നൽകപ്പെടും, നാളെ പ്രതിഫലമായി നൽകപ്പെടും. അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് നാളെ അത് പ്രതിഫലാർഹമായ ഒരു ലാഭമായ കച്ചവടമായി അവർക്ക് നാളെ ആഖിറത്തിൽ ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു അക്ഷരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഒരക്ഷരം ഒരാൾ ഖുർആനിൽ നിന്ന് ഉച്ചരിച്ചാൽ അതിന് ഒരു അക്ഷരത്തിന് 10 ഹസനത്താണ് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലിഫ് ലാം മീം എന്ന് പറയുന്നത് അത് 3 ഒറ്റ അക്ഷരമല്ല, അലിഫുൻ ഹർഫുൻ, അതുപോലെ തന്നെ ലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, അതുപോലെ തന്നെ ലാം ഒരക്ഷരമാണ്, മീം മറ്റൊരക്ഷരമാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്നൊരാൾ ഉച്ചരിക്കുമ്പോൾ 3 അക്ഷരം ഉച്ചരിച്ച പ്രതിഫലം, അത് ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം നമുക്ക് ഇരട്ടിയായി ലഭിക്കുമ്പോൾ റമദാനിൽ ആ ഓരോന്നിനും 70ൻ്റെ ഇരട്ടിയോളം വരുമ്പോൾ എത്രമാത്രം വർദ്ധിച്ചതാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഫി സഫറിൻ, ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ എനിക്ക് മരണശേഷവും ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കുള്ള ഒരു വലിയൊരു കാര്യത്തെ എനിക്ക് പറഞ്ഞു തരണം, ഒരു അമലിനെക്കുറിച്ച്, ഒരു കർമ്മത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ഇൻ അറത്തും ഐഷസ്സു അദാ, അതെ നിങ്ങൾ വിജയികളുടെ ജീവിതത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ മൗത്ത ഷുഹദാ, രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം,
ആ രക്തസാക്ഷികളുടെ മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ വ നജാത്ത യൗമൽ ഹശ്രി, അതെ തീർച്ചയായിട്ടും അതെ മഹ്ശറിലെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പ്രതിസന്ധി നിറഞ്ഞ ഒരു ദിവസത്തെ വിജയത്തെ, രക്ഷയെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വൽദില്ല യൗമൽ ഹർ, അതുപോലെ ഒരു ചാണകലത്തിൽ സൂര്യൻ ഉദിക്കുന്ന കഠിനമായ ചൂടനുഭവപ്പെടുന്ന പ്രതിസന്ധിയുടെ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അതുപോലെ വഹദിയ വൽഹദിയ മിനൽ ലലാല, ലലാലത്ത് വഴികേടിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നന്മയുടെ വഴിയിലേക്ക് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫഅദീമു ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണത്തെ നിങ്ങൾ പതിവാക്കുക. ഫഇന്നഹു കലാമുർ റഹ്മാൻ, തീർച്ചയായും അത് റഹ്മാനായ ഗുണവാനായ സർവ്വലോക ഗുണങ്ങളെ സംവിധാനിച്ച അള്ളാഹുവിൻ്റെ കലാമാണത്. അതുപോലെ വഹിസുനും മിനൽ ഷൈത്വാൻ, ഷൈത്വാനിൽ നിന്നുള്ള ഒരു രക്ഷയുടെ കോട്ടയാണ് അത്. അതുപോലെ തന്നെ വറുജഹാനും ഫിൽ മീസാൻ, അതെ മീസാൻ എന്ന് പറയുന്ന നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ആ സദസ്സിൽ, നന്മയുടെ ആ തട്ടിൽ അതിന് ഭാരം ലഭിക്കുന്ന ഒരു അമല് സൽക്കർമ്മം കൂടിയാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരുപാട് ആരാധനകൾ നിലനിൽക്കുന്ന ഈ ഒരു ദിവസങ്ങളെ, വിശുദ്ധമായ ഒരു മാസത്തെ അതിനെ അർത്ഥത്തിൽ ഉപകാരപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തൗബയുടെ ദിവസങ്ങളാണ് റമദാനിലെ ഓരോ രാത്രികളും ഓരോ ദിവസങ്ങളും. നമുക്കറിയാം ഓരോ ദിവസത്തിലും പാപമോചനത്തിൻ്റെ സമയങ്ങളുണ്ട്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ലില്ലാഹി തആല ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന, റമളാനിൽ നിന്നുള്ള എല്ലാ ഓരോ രാത്രിയിലും അള്ളാഹുവിന് അതേ 600,000 മിനൻ നാർ, അതെ തീർച്ചയായും 6 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നരകമോചനം അള്ളാഹു നൽകും. ഫഇദാ കാന ആഖിറു ലൈലത്തിൻ, അവസാന സമയങ്ങൾ, റമളാനിൻ്റെ അവസാന രാത്രികൾ എത്തുമ്പോൾ അള്ളാഹു ആ ഓരോ ദിവസത്തിൻ്റെയും ബി അദദിമൻ മല, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയാണോ ആളുകൾക്ക് മോചനം നൽകിയത് അത്രയും എണ്ണം അവസാന ദിവസങ്ങളിൽ അള്ളാഹു നൽകും. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം സംവിധാനിക്കുന്ന റമളാനിൻ്റെ രാവുകൾ ആണ് നമ്മിലേക്ക് കടന്നെത്തിയിരിക്കുന്നത്. അത് ഓരോ രാത്രിയും നമ്മുടെ ദോഷങ്ങളെ പൊറുപ്പിക്കുവാൻ, പാപമോചനത്തിന് വഴി തേടുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ എല്ലാ പാപങ്ങളെയും ഹിമാലയക്കണക്കിന് ഭാരം പേറി, തെറ്റുകളെ പേറി നടക്കുന്ന നമുക്ക് അതൊന്ന് സൃഷ്ടാവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് തൗബ ചെയ്ത് നരകത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള, സ്വർഗത്തിൻ്റെ പ്രാപ്തിക്ക് പരിശ്രമിക്കുവാനുള്ള സമയങ്ങളാണ് ഈ ദിവസങ്ങൾ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.